നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് ലോജിക്. അതായത് ലോജിക്കിൽ നമ്മൾ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലോസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ലോസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നതാണ് ഐഡൻറ്റിറ്റി ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഐഡൻറ്റിറ്റി ലോസ്, നമുക്കത് നോക്കാം. എന്താണ് ഐഡൻറ്റിറ്റി ലോസ് എന്ന് നോക്കാം. ലെറ്റ് ടി ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ട്രൂ ആൻഡ് എഫ് ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ വിച്ച് ഈസ് ആൾവേസ് ഫോൾസ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എപ്പോഴും ട്രൂ ആണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്താ വിളിച്ചിരുന്നത്? ടി ഈസ് ടോപ്പോളജി എന്ന് പറയുന്നത് അല്ലേ. അതുമാതിരി തന്നെ ഒരു പ്രൊപ്പോസിഷൻ, ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആൾവേസ് ഫോൾസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കാറ്? കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് ടി ഈസ് ടോട്ടോളജി ആൻഡ് എഫ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെൻ ഫോർ എനി പ്രൊപ്പോസിഷൻ പി, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ ഏതൊരു പ്രൊപ്പോസിഷൻ പി എടുത്തിട്ട് നമ്മൾ പറയുകയാണ് പി ആൻഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ആയിരിക്കും. ആൻഡ് പി ഓർ എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത്. ടി ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ട്രൂ ആൻഡ് എഫ് ബി ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ഫോൾസ് ആണെങ്കിൽ പി ആൻഡ് ടി ഇസ് ഈക്വൽ ടു പി ആൻഡ് പി ഓർ എഫ് ഇസ് ഈക്വൽ ടു പി ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂത്ത് ടേബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആൻഡിൻ്റെയും ഓറിൻ്റെയും ഒക്കെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്? ട്രൂത്ത് ടേബിൾ ഫോർ കൺസ്ട്രക്ട് ചെയ്യാണ്. ട്രൂത്ത് ടേബിൾ ഫോർ പി ആൻഡ് ടിയും പി ഓർ എഫും വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പി എഴുതി, പിന്നെ ടി എഴുതി, പിന്നെ നമുക്ക് വേണ്ട പി ആൻഡ് ടി എന്ന് എഴുതി. ഇപ്പോൾ രണ്ടും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? ട്രൂ തന്നെ വരിക അല്ലേ. അതായത് നമ്മുടെ കൺജക്ഷൻ യൂസ് ചെയ്യുക. ആ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിനനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഒരെണ്ണം ഫാൾസും ഒരെണ്ണം ടി ആവുന്ന കേസിൽ ഇവിടെ എന്തായിരിക്കും? ഫാൾസ് വരും. അതേമാതിരി തന്നെ സിമിലർലി നമ്മൾ ഈ ഒരു ഇതും നമുക്ക് ഇതേപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നോക്കാം. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിൽ എന്താ പറയുക, നമ്മുടെ പിൻ്റെ കോളം എന്ന് പറയുന്നതും അതുമാതിരി തന്നെ പി ആൻഡ് ടീൻ്റെ കോളം എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് ഒരേപോലെയാണ് വരയ്ക്കുന്നത് അല്ലേ. അതേമാതിരി തന്നെ ഇവിടെയും പിൻ്റെ കോളം എന്ന് പറയുന്നതും പി ഓർ എഫ് എന്ന് പറയുന്നതിൻ്റെ കോളം എന്ന് പറയുന്നതും ഒരേ മാതിരിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് രണ്ടും ഐഡൻറ്റിക്കൽ ആണ് എന്ന് പറയാൻ പറ്റും. ഐഡൻറ്റിക്കൽ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലോജിക്കലി ഇക്വാലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് പഠിക്കാം. എന്താണ് ഐഡൻറ്റിറ്റി ലോസ് അതാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പഠിക്കുക. ട്രൂത്ത് ടേബിൾ നിങ്ങൾ സ്വയം തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺജക്ഷൻ്റെ കാര്യം ഓറിൻ്റെ നിങ്ങളിപ്പോൾ ചെറുതായിട്ട് മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവിടെ എന്താണ് കൺജക്ഷൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾ എന്തായിരുന്നു എന്ന്. അപ്പോൾ അതവിടെ പോയിട്ട് ഓർത്ത് നിങ്ങൾ തന്നെ സ്വയം ട്രൂത്ത് ടേബിൾ എഴുതാൻ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോമിനേഷൻ ലോസ് അല്ലേ. എന്താ ഡോമിനേഷൻ ലോസ് എന്ന് പറയുന്നത് നോക്കിക്കേ. ലെറ്റ് ടി ബി എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ട്രൂ ആൻഡ് എഫ് ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ വിച്ച് ഈസ് ആൾവേസ് ഫോൾസ്. നമ്മുടെ സെയിം സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ടി ഈസ് എ ടോട്ടോളജി അല്ലെങ്കിൽ നമുക്ക് എഫ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ എനി പ്രൊപ്പോസിഷൻ പി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓർ ടി ഇസ് ഈക്വൽ ടു ടി വരും ആൻഡ് പി ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡൊമിനേഷൻ റൂളും ഐഡൻറ്റിക്കൽ ലോൻ്റെയും രണ്ടിൻ്റെയും ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഒരു ഇതുവരെ അല്ലെങ്കിൽ ഇതുവരെ എഴുതുന്നത് നമ്മൾ ഒരേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്, പക്ഷേ ഇവിടെ എഴുതുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൊമിനേഷൻ ലോസ് എന്ന് പഠിച്ചു വയ്ക്കും. ഇനി അതിന് തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് കൺസ്ട്രക്ട് ചെയ്ത്. ട്രൂത്ത് ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറയുന്നില്ല. ഇറ്റ്സ് എക്സസൈസ് ഫോർ യു. നിങ്ങൾ ഇതേമാതിരി തന്നെ ഇതെങ്ങനെയാണ് പഠിച്ചത്, അതായത് ഓറിൻ്റെയും ഇതിൻ്റെയും ഒക്കെ നോക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോളംസ് ഹെഡ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. നമ്മൾ മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇനി അടുത്തത് ഐഡംപൊട്ടൻറ്റ് ലോസ് എന്ന് പറയുന്നത്. ഐഡംപൊട്ടൻറ്റ് ലോസ് എന്ന് പറയുന്നത് ഏതൊരു പ്രൊപ്പോസിഷൻ പി എടുത്തു കഴിഞ്ഞാലും പി ഓർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി തന്നെ, ആൻഡ് പി എന്ന് പറഞ്ഞാലും പി തന്നെയാണ് വരിക. ഓക്കെ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ. അതായത് പി എന്ന് പറഞ്ഞത് കൊടുത്തു ആൻഡ് പി എന്ന് പറഞ്ഞത് എടുത്തു. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ ഒരു പി കൂടി വരച്ച് വയ്ക്കുക നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നവർക്ക്. അപ്പോൾ പി ആൻഡ് പി എന്ന് പറയുമ്പോൾ രണ്ടും ട്രൂ ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ട്രൂ വരും. രണ്ട് ഫോൾസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഫോൾസ് വരും എന്ന് പറയും. ഇനി ഇതേമാതിരി തന്നെ ഇവിടെ പി ഓർ പി ആയിരുന്നു, ഇവിടെ പി ആൻഡ് പി എന്ന് വരുമ്പോൾ ഇപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു പി കൂടി കൊടുക്കുക. മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രമാണ്
അങ്ങനെ പറയുന്നത്. അപ്പോൾ രണ്ടും ട്രൂ ആവുന്ന കേസിൽ അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. രണ്ടും ഫാൾസ് ആവുന്ന കേസിൽ ഫാൾസ് ആയിരിക്കും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കോളം എന്ന് പറയുന്നതും ഈ കോളം എന്ന് പറയുന്നതും സെയിം ആണ്, ഈ കോളം എന്ന് പറയുന്നതും ഈ കോളം എന്ന് പറയുന്നതും സെയിം ആണ്. അങ്ങനെ രണ്ടും കൂടിയും സെയിം ആയതുകൊണ്ടാണ് നമുക്കവിടെ എന്ത് പറയുന്നത്? അത് രണ്ടും ലോജിക്കലി ഇക്വാലൻ്റ് ആണ് എന്ന് നമ്മൾ പറയണം. ഇനി അടുത്തത് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോസ് ആണ്. എന്താ കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത്? ഫോർ എനി ടു പ്രൊപ്പോസിഷൻ. അപ്പോൾ ഇവിടെ ആലോചിക്കുക, ഇനി മുതൽ കമ്മ്യൂട്ടേറ്റീവ് ലോസ് പറയുമ്പോഴേക്ക് രണ്ട് പ്രൊപ്പോസിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതവിടെ പറയുന്നത് ഫോർ എനി ടു പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂ ആൻഡ് ക്യൂ ആൻഡ് പി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾക്ക് പി ഓർ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഓർ പി എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രൂഫൊന്നുമില്ല. ഇതിന് പ്രൂഫ് എന്ന് പറയുന്നത് ട്രിവലാണ്. ഇനി നെഗേഷൻ ലോ പറയുന്നത് എങ്ങനെയാണ്? ഇതെന്താണെന്ന് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഈ ലോസ് എന്താണെന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. ലെറ്റ് ടി ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ആൾവേസ് ട്രൂ ആൻഡ് എഫ് ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ വിച്ച് ഈസ് ഓൾവേസ് ഫോൾസ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർ എനി പ്രൊപ്പോസിഷൻ പി ഓർ നെഗേഷൻ പി ഈസ് ആൾവേസ് ഇക്വാലൻ്റ് ടു ട്രൂ ആൻഡ് പി ആൻഡ് നെഗേഷൻ പി വിച്ച് ഈസ് ആൾവേസ് ഇക്വാലൻ്റ് ടു എഫ് ആണെന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതേമാതിരി തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ പി എടുക്കുക, പി ട്രൂ എടുത്തു കഴിഞ്ഞാൽ നെഗേഷൻ പി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇത് ഫാൾസ് എടുക്കുന്ന സമയത്ത് ഇത് ട്രൂ ആയിരിക്കും. ഈ ഒരു ഇത് നമ്മൾ നോക്കാം. പിന്നെ ടി എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുമ്പോൾ ഓൾവേസ് ട്രൂ തന്നെ ആയിരിക്കുമല്ലോ. എഫ് എന്ന് പറയുന്നതും ഓൾവേസ് എഫ് എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു കോളം എന്ന് പറയുന്നതും ഈ കോളം എന്ന് പറയുന്നതും സെയിം ആയിട്ട് വരും. അതേമാതിരി തന്നെ ഇവിടെയും ഈ ഒരു കോളം ഈ കോളം സെയിം ആയിട്ട് വരും. അതുകൊണ്ടാണ് അവ എന്ന് പറയുന്നത് ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി ഡബിൾ നെഗേഷൻ റൂൾ എന്ന് പറയുന്നത് എനി പ്രൊപ്പോസിഷൻ, അതായത് ഒരു പ്രൊപ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രൊപ്പോസിഷൻ നെഗേഷൻ എടുത്തു, എന്നിട്ട് വീണ്ടും അതിനെ നെഗേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രൊപ്പോസിഷനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്താ പറയുന്നത്? ഡബിൾ നെഗേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോസിഷൻ പി എടുത്തു നമ്മൾ, എന്നിട്ട് അതിൻ്റെ നെഗേഷൻ കണ്ടുപിടിച്ചു. അതായിരുന്നു നെഗേഷൻ പി. പിന്നെ അതിൻ്റെ നെഗേഷൻ എടുക്കുക, വീണ്ടും നെഗേഷൻ ഓഫ് നെഗേഷൻ പി എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇക്വാലൻ്റ് ടു, ലോജിക്കലി ഇക്വാലൻ്റ് ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു പ്രൊപ്പോസിഷൻ പിക്ക് നമുക്ക് എന്തായിരിക്കും? അത് സെയിം ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഡി മോർഗൻ ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൂഫും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. ഡി മോർഗൻ ലോസ് ഫോർ എനി ടു പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ വിച്ച് ഈസ് ഇക്വാലൻ്റ് ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നും പഠിപ്പിച്ചതാണ്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. നിങ്ങളത് എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് വരും. ഇനി അടുത്തത് അബ്സോർപ്ഷൻ ലോസ്. എന്താ അബ്സോർപ്ഷൻ ലോ പറയുന്നത്? ഫോർ എനി ടു പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ, പി ഓർ പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. അതേമാതിരി തന്നെ പി ആൻഡ് പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു പി ആയിരിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ സിമിലർലി ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നതും ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യലാണ്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ഇനി അസോസിയേറ്റീവ് ലോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അസോസിയേറ്റീവ് ലോ ആകുമ്പോഴേക്ക് നമുക്ക് 3 പ്രപ്പോസിഷൻ വേണം അല്ലേ? പി എ ക്യൂ ആർ എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്രപ്പോസിഷൻസ് നമുക്ക് എന്ത് വേണം? അസോസിയേറ്റീവ് ലോസ് എടുക്കുന്ന സമയത്തേക്ക് വേണം. അപ്പോൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് ഫോർ എനി 3 പ്രപ്പോസിഷൻ, ഏത് 3 പ്രപ്പോസിഷൻ പി കോമ ക്യൂ കോമ ആർ എടുത്തു കഴിഞ്ഞാലും പി ഓർ ക്യൂ ഓർ ആർ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു പി ഓർ ക്യൂ ഓർ ആർ. അതായത് നമ്മൾ ഇവിടെ പീനെയും ക്യൂവിനെയും ആയിരുന്നു നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്നത്. അതെന്ന് പറയുന്നത് ഇവിടെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ക്യൂവിനെയും ആറിനെയും അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതി. അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ്. അതായത് ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. തിരിച്ച് നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് അതായത് കൺജക്ഷൻ്റെ കാര്യത്തിലും ഡിസ്റ്റിങ്ഷൻ്റെ കാര്യത്തിലും നമുക്ക് രണ്ടും പറയാൻ പറ്റും. അതായിരുന്നു അസോസിയേറ്റീവ് ലോസ് എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിളും നിങ്ങൾ ഇതേമാതിരി കൺസ്ട്രക്ട് ചെയ്യും. ഇവിടെ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 3 പ്രപ്പോസിഷൻസ് ഉണ്ട് അല്ലേ? പി ക്യൂ ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം
8 ടോട്ടൽ പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഈ ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ട്രൂ ഫാൾസ് അങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് എത്ര വേണം? 8 എണ്ണെങ്കിലും മിനിമം 8 എണ്ണം വേണം. അങ്ങനെ 8 കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് ഫോർ എനി 3 പ്രൊപ്പോസിഷൻ P, Q, R, ഏതൊരു 3 പ്രൊപ്പോസിഷൻ നമ്മൾ എടുക്കുകയാണ് P, Q, R എന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലോസ് ഓഫ് ലോജിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ട്. എല്ലാ ലോസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ബൈഹാർട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് മനസ്സിലെന്ന് ഓർമ്മ വരുള്ളൂ. കാരണം നമുക്ക് ഓറാണോ എൻഡാണോ നെഗേഷനാണോ എന്താ എടുക്കേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ വരും. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി നമുക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അതേമാതിരി ട്രൂത്ത് ടേബിൾ പഠിക്കുക. ട്രൂത്ത് ടേബിളാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് 1-2 പ്രോബ്ലംസാണ്. ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് ലോജിക്സ് പഠിച്ചു. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മളോടൊക്കെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് P or negation P and Q and negation P and negation Q are logically equivalent by developing a series of logical equivalents എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മളോട് എന്താ പറയുക? അത് രണ്ടും ലോജിക്കലി ഇക്വാലൻ്റ് ആണ് എന്നാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ലോസ് ഓഫ് ലോജിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഓരോ കാര്യവും നമ്മൾ ചെയ്തു വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇങ്ങനെയായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. അതായത് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതേ നമ്മളെടുത്ത് തുടങ്ങി അങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് എന്താക്കി മാറ്റണം? ഈ ഒരു കണ്ടീഷൻ ആക്കി മാറ്റണം. അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ തന്ന ആ ഫസ്റ്റ് കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതെന്താണ്? നെഗേഷൻ ഓഫ് P ഓർ നെഗേഷൻ P ആൻഡ് Q നമ്മളത് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഡി മോർഗൻസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഡി മോർഗൻ ലോസ് എന്തായിരുന്നു നമുക്ക് പറഞ്ഞത്? നെഗേഷൻ ഓഫ് P, ഇവിടെ ഓറായിരുന്നു, P ഓർ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ഒരു പുറത്ത് നെഗേഷൻ ഉണ്ട്. നെഗേഷൻ ഓഫ് Pക്ക് പകരം ഇവിടെ P, Qക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? നെഗേഷൻ P ആൻഡ് Q എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേമാതിരി എന്നിട്ട് ഇതേമാതിരി വയ്ക്കുമ്പോൾ നെഗേഷൻ P പിന്നെ ഈ സിമ്പിൾ കൊടുത്തു. Qന് പകരം നമ്മൾ ഇത്രയും ടേം നെഗേഷൻ പിന്നെ Qന് പകരം നമ്മൾ ഇത്രയാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഡി മോർഗൻ ലോ എടുക്കേണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഈ സിമ്പിൾസ് ഇതേമാതിരി വരുന്ന ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയെടുത്തു. എന്നിട്ട് ഇതിന് P തന്നെ ആക്കിയിട്ട് എടുത്തു. ഇത്രയും ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് Q എന്നാക്കിയിട്ട് എടുത്തു. എന്നിട്ട് ഇതേ ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മളിവിടെ എഴുതി. അത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ വീണ്ടും ഇവിടെ നോക്കാം. ഈ ഒരു ഇത് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും എന്താണ്? നെഗേഷൻ ഓഫ് നെഗേഷൻ P ആൻഡ് Q എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡി മോർഗൻ ലോ എന്ന് പറയുന്നത് നെഗേഷൻ P ആൻഡ് Q വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? നെഗേഷൻ P ഓർ നെഗേഷൻ Q എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗേഷൻ ഇവിടെ നമുക്ക് P ഈസ് ഈക്വൽ ടു Pക്ക് പകരം ഇവിടെ എന്താ നമ്മൾ ചൂസ് ചെയ്യുന്നത്? നെഗേഷൻ P എന്ന് പറയുന്നത്. Qന് പകരം Q തന്നെ. എന്നിട്ട് ഇത് വെച്ച് എക്സ്പാൻഡ് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുവരും? നെഗേഷൻ ഓഫ് നമ്മുടെ Pക്ക് പകരം നമ്മളിവിടെ എന്താ എടുത്തിരിക്കുന്നത്? നെഗേഷൻ P. എന്നിട്ട് പിന്നെ ഇടേണ്ട സിമ്പിൾ ഓറ്, ദെൻ നെഗേഷൻ Q എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതി നെഗേഷൻ ഓഫ് നെഗേഷൻ P ഓർ നെഗേഷൻ Q എന്ന് നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്മൾ ഡബിൾ നെഗേഷൻ ലോ എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു പ്രൊപ്പോസിഷൻ്റെ നെഗേഷൻ എടുത്ത് അതിൻ്റെ വീണ്ടും നെഗേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഒറിജിനൽ പ്രൊപ്പോസിഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ഡബിൾ നെഗേഷൻ ലോ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഈ നെഗേഷൻ ഓഫ് നെഗേഷൻ Pക്ക് പകരം നമ്മൾ P വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറി? നെഗേഷൻ P ആൻഡ്
പി ഓർ നെഗേഷൻ ക്യൂ എന്ന് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? നമുക്ക് ആദ്യം എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് മനസ്സിലോട്ട് ഓർമ്മ വരണം. പിന്നെ അതേമാതിരി തന്നെ നമ്മളിവിടെ നോക്കേണ്ടത്, നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് പഠിക്കുന്ന സമയത്തും 2 ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾസിനനുസരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എടുക്കണം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എടുക്കേണ്ടത് പി ആൻഡ് ക്യു ഓർ ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ആൻഡ് ക്യു ഓർ പി ആൻഡ് ആർ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതേമാതിരി ഇതാക്കി. അതായത് ഇവിടെ പിക്ക് പകരം നമ്മൾ എന്തെടുക്കണം, നെഗേഷൻ പി എന്ന് തന്നെ എടുക്കണം. ക്യൂക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, പി എന്ന് തന്നെ എടുക്കണം. ആറിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നെഗേഷൻ ക്യൂ എന്നാക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതേമാതിരി നമ്മൾ ചെയ്തത്. ഓക്കെ, അതായത് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പി എന്ന് പറയുന്നത് നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, പി. അങ്ങനെ ചെയ്ത് ഇനി അടുത്തത് ഈ സിമ്പിൾ അങ്ങനെ തന്നെ എടുത്തു. പി ആൻഡ് ആർ, ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താ, നെഗേഷൻ പി. ആർ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ. അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗേഷൻ ലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നെഗേഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, നെഗേഷൻ, അതായത് നമ്മൾ എവിടെയാണ് നെഗേഷൻ ലോ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ നോക്കിക്കേ, ഒരു പിയും അതിൻ്റെ നെഗേഷനും അങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെഗേഷൻ ലോ എന്ന് പറയുന്നത് പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് തിരിച്ച് ഇങ്ങനെ പഠിച്ചിട്ടുള്ളത്, നമ്മൾ തിരിച്ച് നമുക്കിങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് ലോസ് വെച്ചിട്ട് നമുക്കിങ്ങനെ പറയാം നെഗേഷൻ പി ആൻഡ് പി എന്ന് പറയുന്നതും ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എഫ് ആണെന്ന് അറിയാം. സോ ഈ ഒരു ഇതിന് പകരം നമ്മൾ എഫ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഉപയോഗിച്ചിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് എന്താ, ഇങ്ങനെ നമ്മൾ പറഞ്ഞത്, അതായത് പി ഓർ ക്യൂ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ക്യൂ ഓർ പി ആക്കിയിട്ട് എഴുതാണ്. അപ്പോൾ അതേമാതിരി നമ്മളിത് എന്ത് ചെയ്തു, ഇതിനെ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ഇനി നമ്മൾ അടുത്തത് ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി ലോ. നമ്മൾ ഐഡൻറ്റിറ്റി ലോ എന്താ പറയുന്നത്, ഏത് ഐഡൻറ്റി, ഈ സിമ്പലിനനുസരിച്ചിട്ടാട്ടോ നമ്മൾ ഐഡൻറ്റിറ്റി ലോ എടുക്കേണ്ടത്. ഇപ്പോൾ പി ഓർ എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, പി ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് എന്താ പറയുക, ഇവിടെ പിക്ക് പകരം ഏതാണ്, ഇത്രയും ടേമാണ് നമുക്ക് പിക്ക് പകരം തന്നെ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. നമുക്കിതായിരുന്നു പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്, എന്ത്, അതായത് ദിസ് ടേം ഈസ് ഈക്വൽ ടു ഇതാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. 1-2 തവണ മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നതും ഒരു പ്രോബ്ലമാണ്. യൂസിങ് ദ ലോസ് ഓഫ് ലോജിക് സിംപ്ലിഫൈ ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷനെ വീണ്ടും നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ അസോസിയേറ്റീവ് ലോ നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോസിഷനാണ്. നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിനെ സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യുക പറഞ്ഞാൽ ഏറ്റവും ചെറുതാക്കിയിട്ട് കൊണ്ടുവരിക, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ യൂസിങ് ദ ലോസ് ഓഫ് ലോജിക് സിംപ്ലിഫൈ ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതി. അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യാണ്, അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ആ 3 കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ചൊന്ന് ബ്രാക്കറ്റാക്കി നിർത്തി, എന്നിട്ട് ബാക്കിയുള്ളതിനെ ഒരുമിച്ച് നിർത്തി. അതാണ് നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. 2 നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക. കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനെ ഈ ടേമിന് കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അതാണ് ക്യൂ ഓർ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് നമ്മൾ എഴുതി. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ ഏത് നമ്മൾ എടുക്കണം എന്നുള്ളത്, ഇപ്പം നമുക്ക് ഈ ഒരു കാര്യമുള്ളത് നമ്മുടെ കയ്യിൽ. അപ്പം ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇവിടുത്തെ സിമ്പൽ, അതായത് നമ്മൾ ഈ ഒരു ഇതിലാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ സിമ്പൽ എന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നതാണ്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അറിയുന്നതാണ് പി ഓർ
ക്യൂ ആൻഡ് ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പി ഓർ ക്യൂ ഇൻ്റർസെക്ഷൻ അല്ല ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ ഇവിടെ നമ്മൾ അതായത് പി ആയിട്ട് എന്താ എടുക്കുന്നത്, പിക്ക് പകരം ക്യൂ എന്നും അതുമാതിരി തന്നെ ക്യൂന് പകരം പിയും ആറിന് പകരം നെഗേഷൻ ക്യൂയും വെച്ചിട്ട് ഈ ഓപ്പറേഷൻ ഇതിൽ എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇതിന് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മളിത് എഴുതി ജസ്റ്റ് അതൊന്ന് അവിടെ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് മനസ്സിലാവും. അതിന് ശേഷം നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് നെഗേഷൻ റൂളാണ്. അതായത് ക്യൂ ഓർ നെഗേഷൻ ക്യൂ ഇതെന്ന് പറയുന്നത് ടി ആണ്. അത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിന് ശേഷം ഐഡൻറ്റിറ്റി റൂൾ, അതായത് നമുക്ക് ഇതേ ഓർ ടി എന്ന് പറയുന്നത് എന്തുതന്നെയായിട്ട് മാറും, ക്യൂ ഓർ പി ആയിട്ട് മാറും. സോ നമ്മൾ അതാണ് ഇവിടെ ഐഡൻറ്റിറ്റി ലോ ഉപയോഗിച്ചത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് പിന്നെ നമ്മൾ അതായത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ ആദ്യം പിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് ക്യൂ ഓർ പി എന്ന്, പിന്നെ ക്യൂവിന് പകരം നെഗേഷൻ പി എന്ന് പറയുന്നതും ആറിന് പകരം ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സിമ്പിൾ വരുന്നത് ഏത് സിമ്പിൾ, ഓർ സിമ്പിൾ, ഏത് റിസൾട്ട്, ആ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. പി ഓർ ക്യൂ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു ഡാഷ്, അത് നമ്മൾ നോക്കിയാൽ മതി. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന് ശേഷം നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക, അതായത് ഈ പീനെയും നെഗേഷൻ പീനെയും കൂടി ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നെഗേഷൻ റൂൾ വെച്ചിട്ട് അതെന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് നമ്മൾ അതേമാതിരി തന്നെ ഇറക്കി എഴുതി. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഡോമിനേഷൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, ക്യൂ ഓർ ടി എന്ന് പറയുന്നതിനെ ടി ആക്കി എഴുതി. പിന്നെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇതേമാതിരി അതിനെ, അതായത് ഇതിനെ ഓർഡറും കൂടും ആക്കി നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടി. ഇനി നമുക്ക് വീണ്ടും ഐഡൻറ്റിറ്റി ലോ വെച്ചിട്ട് വിച്ച് ഈസ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറയാൻ പറ്റും. അതിന് ശേഷം നമ്മൾ വീണ്ടും അസോസിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണു, അതായത് ഇവിടെ ക്യൂവിനെയും പീനെയും കൂടി അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളൊന്ന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എറർ പറ്റിപ്പോയതാണ്. ഇതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഓർ ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ഒരു സ്റ്റെപ്പ് മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഐഡൻറ്റിറ്റി ലോ ഉപയോഗിച്ച് ഇതിനെ ഈ ഒരു ഫോമുലയോട്ട് എഴുതി. അതിനെ ആ ഫോമുലയോട്ട് എഴുതിയതിന് ശേഷം നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതിന് രണ്ടിനും കൂടി അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ക്യൂ ഓർ പി ഓർ ക്യൂ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൊടുക്കുകയാണ് ഇതിന്. അപ്പോൾ നമുക്കതിന് പി ഓർ ക്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിന് ശേഷം വീണ്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞാൽ പി ഓർ ക്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. അതാണ് ഇവിടെ സ്റ്റെപ്പ്. ക്യൂ ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ക്യൂ തന്നെയാണ്. ഐഡംപൊട്ടൻ്റ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. സോ പി ഓർ ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളതിനെ സിംപ്ലിഫൈ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, യൂസിങ് ലോസ് ഓഫ് ലോജിക് സിംപ്ലിഫൈ ദ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. അത് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇതേമാതിരി തന്നെ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോ പ്രോപ്പർട്ടി എന്താ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ആദ്യം അറിയേണ്ടത് ലോസ് ഓഫ് ലോജിക് ബൈ ഹാർട്ട് ചെയ്തിട്ട് അറിയണം. എന്നിട്ട് ആ ബൈ ഹാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിന് പരപ്പ് പിക്കും ക്യൂ ഒക്കെ പകരം വേറെയുള്ള സാധനങ്ങൾ വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. ഓക്കെ.